Krishna 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 Hare 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 Rama 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 Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna. ശ്രീ ചൈതന്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ 74 ശ്ലോകങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ 7ാമത്തെ അധ്യായം ആദിലീല 7ാമത്തെ അധ്യായത്തിലെ 74 വരെയുള്ള ശ്ലോകങ്ങളാണ് എടുത്തത് അല്ലെ. 74ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാമവിനു കലികാലേ നാഹി ആരധർമ്മ സർവമന്ത്രസാര നമ ഏ ശാസ്ത്രധർമ്മ. നാമവിനു കലികാലേ നാഹി ആരധർമ്മ സർവമന്ത്രസാര നമ ഏ ശാസ്ത്ര മർമ്മ. ഈ കലിയുഗത്തിൽ സർവവേദസാരമായ തിരുനാമ ജപമല്ലാതെ മറ്റൊരു മതാനുഷ്ഠാനവുമില്ല. ഇതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം. അപ്പോ കലിയുഗത്തില് പറഞ്ഞിട്ടുള്ള യുഗധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമ ജപമാണ് അല്ലെ. അപ്പോ ഇവിടെ ചൈതന്യ മഹാപ്രഭു ആ മായാവാദി സന്യാസികളുമായിട്ട് കാണുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അവിടെ പോയപ്പോഴും പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. ചൈതന്യ മഹാപ്രഭു അവിടെ എല്ലാവരും കാല് കഴുകുന്ന ആ സ്ഥലത്ത് അവിടെ ഇരിക്കുകയും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയൊക്കെ ചെയ്തു അല്ലെ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് വേദാന്തം ഒന്നും പഠിക്കാത്തത്? അങ്ങ് എന്താ പറയാ, കേശവ ഭാരതിയിൽ നിന്നും സന്യാസം എടുത്തെങ്കിലും വേദാന്തം ഒന്നും പഠിക്കുന്നില്ല, ഒരു വികാര ജീവിയെ പോലെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു അതിനെന്താണ് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്റെ ഗുരു പറഞ്ഞു, ഞാനൊരു മൂഢനാണ്, അതുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അല്ലെ. ആരാ പറയുന്നത്? സാക്ഷാൽ പരമദിവ്യോത്തമ കൃഷ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അല്ലെ. നമ്മൾ പഠിച്ചു ഭഗവത്ഗീതയിൽ എല്ലാ വേദങ്ങളും എഴുതിയിട്ടുള്ളത്, എല്ലാ വേദങ്ങളിലൂടെ അറിയപ്പെടുന്ന, എല്ലാ വേദങ്ങളും അറിയുന്ന ഭഗവാൻ തന്നെ പറയുന്നു, ഞാനൊരു മൂഢനാണെന്ന് പറഞ്ഞു ഗുരുവിന്. എന്തായിരുന്നു ഇതിന്റെയൊക്കെ ഉദ്ദേശം? അവരെ കൊണ്ടും ഭഗവാന്റെ തിരുനാമം ജപിക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ. അല്ലാതെ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന് സന്യാസം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. എന്നാൽ ഈ മായാവാദികളെയൊക്കെ മാറ്റി അവരെയൊക്കെ കൃഷ്ണ ഭക്തന്മാരാക്കണം അല്ലെ. അതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പോ കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ആ മായാവാദി സന്യാസിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നീ യുഗങ്ങളിലെല്ലാം ഗുരുശിഷ്യ പരമ്പര സമ്പത്ത് കർശനമായി പിന്തുടരുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ ഈ ശ്രൗത പരമ്പരയുടെ, അതായത് ഗുരുശിഷ്യ പരമ്പരയുടെ ആത്മീയജ്ഞാനം സ്വീകരിക്കുന്ന പ്രാധാന്യത്തെ ജനങ്ങൾ അവഗണിക്കുന്നു എന്ന് പറയും. അവരുടെ ചിന്താശക്തിക്ക് അനുസരിച്ചിട്ട് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയൊക്കെ എല്ലാം സ്വായത്തമാക്കാമെന്നാണ് അവർ കരുതുന്നത് അല്ലെ. എന്നാൽ ഇതൊരിക്കലും സാധിക്കില്ല. അപ്പൊ അതിന് നരോത്തമദാസ് താക്കൂർ പറയുന്നുണ്ട്, ഇപ്പൊ ഭഗവാനും ഭഗവാന്റെ തിരുനാമം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അത് ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് അത് മനസ്സിലാക്കുക ദുഷ്കരമാണെന്ന് പറയുന്നു. ഭഗവാന്റെ കൃഷ്ണന് തുല്യമാകിയാൽ തിരുനാമവും പരിശുദ്ധവും ഭൗതിക മാലിന്യങ്ങൾക്ക് അതീതവുമാണ്. അതീന്ദ്രിയ സ്പന്ദനത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനാണ്, അതീന്ദ്രിയ സ്പന്ദനത്തിലുള്ള പരമദിവ്യോത്തമ പുരുഷനാണ് തിരുനാമം. തിരുനാമം ഭൗതിക സ്പന്ദനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ സ്ഥിരീകരിക്കുന്നു. ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന. ഹരിനാമ സങ്കീർത്തനത്തിന്റെ അതീന്ദ്രിയ സ്പന്ദനം ആത്മീയ ലോകത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് അല്ലെ. അത് ഈ ഭൗതിക ലോകത്തിലുള്ളവരുടെ കുറഞ്ഞ ബുദ്ധി വെച്ചിട്ട് അത് പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രീകൃഷ്ണ നാമാദി നാമവിദ്രാഹിന്റെ സേവൻ മുഖഹിജിത്വാദി സ്വയമേവ. നമ്മുടെ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടോ നമ്മുടെ ജ്ഞാനം വെച്ചിട്ടോ ബുദ്ധി വെച്ചിട്ടോ ഒന്നും ഭഗവാന്റെ ലീലകള്, നാമം, രൂപം, ഗുണം ഇവയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ട്
സാധിക്കില്ല അല്ലെ. അത് എങ്ങനെ സാധിക്കും? ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഇനി 75-ാമത്തെ ശ്ലോകം നോക്കാം. യഥബലി ഏക ശ്ലോക ശിഖൈലമോരെ കണ്ടകരിയേ ശ്ലോക കരിഹ വിചാരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശക്തിയെ വിവരിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും കണ്ടത്തിൽ സൂക്ഷിക്കുവാനായി എന്റെ ആത്മീയ ഗുരു എന്നെ മറ്റൊരു ശ്ലോകം പഠിപ്പിച്ചു. എന്താ പറയുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു എല്ലായ്പ്പോഴും കഴുത്തില് സൂക്ഷിക്കാൻ, ആഭരണമായിട്ട് ഇട്ട് നടക്കാനായിട്ട് അല്ലെ, അദ്ദേഹത്തിന് ഒരു ശ്ലോകം പഠിപ്പിച്ചു. എന്താണ് ആ ശ്ലോകം? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത. കലിയുഗത്തിൽ ഹരിയുടെ തിരുനാമജപമല്ലാത്ത ആത്മീയ പുരോഗതിക്ക് മറ്റൊരു വഴിയുമില്ല. ഒരേ കാര്യം തന്നെ 3 പ്രാവശ്യം ഉറപ്പിച്ച് പറയുകയാണ് അല്ലെ. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവക്കെ. കലിയുഗത്തില് ഭഗവാൻ ശ്രീഹരിയുടെ നാമം, ഭഗവാന്റെ തിരുനാമ ജപമല്ലാത്ത വേറെ യാതൊരു വഴിയുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് 3 പ്രാവശ്യം അല്ലെ. കലിയുഗത്തില് വേറെ യാതൊന്നുമില്ല. എല്ലാ ശാസ്ത്രങ്ങളിലും പറയും. എന്റെ ഭാവാർത്ഥ പ്രഭുപാദർ പറയുന്നുണ്ട്, ആത്മീയ പുരോഗതിക്കായി ശാസ്ത്രങ്ങൾ സത്യയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ വിഷ്ണു പ്രതിക്കായുള്ള യജ്ഞങ്ങളും ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധനയും ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ തിരുനാമ ജപത്തിലൂടെ മാത്രമേ ആത്മീയ പുരോഗതി നേടാനാവൂ. ഇത് എല്ലാ വേദശാസ്ത്രങ്ങളിലും ഊന്നി പറയുന്നു. ശ്രീമദ് ഭാഗവത്തിൽ ഈ വസ്തുതയ്ക്ക് ധാരാളം പ്രമാണങ്ങളുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, കലോർദോഷ നിധേരാജൻ അസ്തിയേകോ മഹാഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യാമുക്ത സംഗം ഫലം. ന്യൂനതകൾ നിറഞ്ഞതാണ് ഈ കലിയുഗത്തിലെ ജനങ്ങൾ. ധാരാളം ഭൗതിക ക്ലേശങ്ങൾക്ക് വിധേയമാണ്. എന്നിരുന്നാലും ഈ യുഗത്തിന് മഹത്തായ ഒരു ഗുണമുണ്ട്. കൃഷ്ണന്റെ തിരുനാമ ജപം കൊണ്ട് മാത്രം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായി ആത്മീയ ലോകത്തിലേക്ക് ഉയരാനാകും. ധാരാളം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില പ്രഭുപാദർ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ കൂടുതൽ പഠിക്കാം. ഭാഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭഗവാന്റെ തിരുനാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്. ഏയാജ്ഞാപാന നാമ ലായ അനുലക്ഷണ ഏയാജ്ഞാപാന നാമ ലായ അനുഷണ നാമ ലൈതേ ലൈതേ മോര ഭ്രാന്ത ഹൈലമന. ശ്രീ ചൈതന്യ മഹാപ്രഭു തുടർന്ന് പറഞ്ഞു, ആത്മീയ ഗുരുവിൽ നിന്നും ഈ നിർദ്ദേശം സ്വീകരിച്ചത് മുതൽ ഞാൻ നിരന്തരം തിരുനാമം ജപിക്കുകയും അതിന്റെ ഫലമായി ഞാനിപ്പോൾ ഉന്മത്തനായി തീരുകയും ചെയ്തു. തിരുനാമങ്ങൾ ഭാവഭരിതമായി ജപിക്കുമ്പോൾ ഞാൻ സ്വയം മറക്കുകയും ചിരിക്കുകയും കരയുകയും നൃത്തം ചെയ്യുകയും ഉന്മത്തനെ പോലെ പാടുകയും ചെയ്തു. ക്ഷമ സമ്പാദിച്ച് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, കൃഷ്ണന്റെ തിരുനാമജപം എന്റെ ആത്മീയ ജ്ഞാനത്തെ ഒട്ടാകെ മൂടിയിരിക്കുന്നു. തിരുനാമങ്ങൾ ജപിക്കുമ്പോൾ ഞാൻ ഒരു ഭ്രാന്തനായി തീരുന്നതായി എനിക്ക് തോന്നി. അതിനാൽ ഞാൻ ഗുരുസമക്ഷം ഇപ്രകാരം നിവേദനം നൽകി. കിബ മന്ത്ര ദീല ഗോസാനി കിബ താരബല ജപിത്തെ മന്ത്ര കരിലെ പകല. അല്ലയോ പ്രഭു, അങ്ങനെക്ക് ഏതു തരം മന്ത്രമാണ് നൽകിയത്? ഈ മഹാമന്ത്രം ജപിക്കും തോറും ഞാൻ ഭ്രാന്തനായിത്തീരുന്നു. ഹസയന ചയമോരെ കരയ ക്രന്ദന യദശുനി ഗുരുഹസി ബലില വചന. പ്രേമഭാവത്തോടെയുള്ള മഹാമന്ത്ര ജപം എന്നെ നൃത്തം ചെയ്യിക്കുകയും ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് എന്റെ ആധ്യാത്മിക ഗുരു ചിരിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു, കൃഷ്ണനാമ മഹാമന്ദര ഏത സ്വഭാവ ഏ ജപേ താര കൃഷ്ണ ഉപജയേ ഭാവ. ജപിക്കുന്ന ഏതൊരാളെയും കൃഷ്ണപ്രേമത്തിന്റെ ആധ്യാത്മിക ഉന്മാദത്തിൽ
കൊണ്ടെത്തിക്കുക എന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ സ്വഭാവ വിശേഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ 4 പുരുഷാർത്ഥങ്ങൾ അഥവാ ജീവിത ലക്ഷ്യങ്ങൾ എന്നറിയപ്പെടുന്നു. എന്നാൽ അഞ്ചാമത്തേതും പരമോന്നതമായ ഭഗവത് പ്രേമത്തിന് മുന്നിൽ മറ്റു 4 തൃണത്തിന് സമാനം തുച്ഛമാണ്. പഞ്ചമ പുരുഷാർത്ഥേ പ്രേമാനന്ദമൃത സിന്ധു മോഷാദിയാനന്ദയാര നഹേക ബിന്ദു. പഞ്ചമ പുരുഷാർത്ഥമായ ഭഗവത് പ്രേമം ആധ്യാത്മിക ആനന്ദത്തിന്റെ ഒരു സമുദ്രമാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ ഒരു തുള്ളി വെള്ളത്തിന് സമാനമായി ഭാവാവസ്ഥയിലെത്തിയ ഒരു ഭക്തൻ കാണുന്നു. ഒരുവൻ തന്നിൽ സുപ്തമായ ഭഗവത് പ്രേമത്തെ ഉണർത്തണമെന്നതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും നിഗമനം. ഇപ്രകാരം ചെയ്തു കഴിഞ്ഞ നീ അത്യന്തം ഭാഗ്യവാനാണ്. ശരീരത്തിൽ ആധ്യാത്മിക ഹർഷോന്മാദത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഭഗവത് പ്രേമത്തിന്റെ സഹജ സ്വഭാവമാണ്. ഇത് ഒരുവനെ കൃഷ്ണന്റെ ചരണാരവിന്ദങ്ങളിൽ അഭയം തേടുവാൻ അത്യാഗ്രഹം കൂടിയവനാക്കുന്നു. പ്രേമാരസോഭൈവേ ഭക്തഃ സേ കാന്തേ ഗായ ഉന്മത്തഃ നാച്ചേ ഇതി ഉദിതായ. ഒരുവൻ യഥാർത്ഥ ഭഗവത് പ്രേമം നേടുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചിലപ്പോൾ പാടുകയും ചിലപ്പോൾ ഉന്മത്തനെ പോലെ അങ്ങും ഇങ്ങും ഓടുകയും ചെയ്യുന്നു. ആ ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. വിയർക്കൽ, വിറയ്ക്കൽ, രോമാഞ്ചം, കരച്ചിൽ, ശബ്ദമിടറൽ, ശരീരത്തിലെ നിറം മാറ്റം, ഉന്മാദം, ദുഃഖം, ക്ഷമ, ഗർവ്, ആനന്ദം, വിനയം എന്നിവയാണ് ഭഗവത് പ്രേമ ഭാവദശയിലെ ലക്ഷണങ്ങൾ. ഇതൊരു ഭക്തനെ ഹരകൃഷ്ണ മന്ത്രം പാടി നൃത്തം ചെയ്യിപ്പിക്കുകയും കൃഷ്ണപ്രേമത്തിന്റെ സമുദ്രത്തിൽ ആറാടിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഭഗവത് പ്രേമത്തിന്റെ അതീന്ദ്രിയ ലക്ഷണങ്ങൾ അല്ലെ. അങ്ങനെയുള്ള ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരെ പ്രകടിപ്പിക്കും. എന്റെ പ്രിയപുത്ര, നീ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ഭഗവത് പ്രേമം കൈവരിച്ചത് വളരെ നന്ന്. ഇപ്രകാരം നീ എന്നെ സന്തുഷ്ടനാക്കിയതിനാൽ ഞാൻ നിന്നോട് അത്യന്തം കടപ്പെട്ടവനായിരിക്കുന്നു. നാച്ചുഗാവ് ഭക്ത സംഘേ കര സങ്കീർത്തൻ കൃഷ്ണനാമ ഉപദേശ താര സർവജന. അല്ലയോ പുത്ര, ഭക്തന്മാരോടൊപ്പം ഗാനവും നൃത്തവും സങ്കീർത്തനവും തുടരൂ. കൂടാതെ കൃഷ്ണനാമ ജപ മഹാത്മ്യം പ്രചരിപ്പിക്കുകയും ചെയ്യൂ. ഇപ്രകാരം നിനക്ക് എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കാനാവും. ഇപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു തന്നെ പറയുന്നതാണ് അല്ലെ. ചൈതന്യ മഹാപ്രഭു നമുക്കൊക്കെ കാണിച്ചു തരുന്ന ഒരു ഗുരു വേണം എന്നുള്ള കാര്യം അല്ലെ. അല്ലാതെ സാക്ഷാൽ ഭഗവാന് ഗുരുവിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഗുരു എന്താ പറയുന്നത്? നാച്ചോ ഗാവോ ഭക്തസംഖ്യ കര സങ്കീർത്തൻ കൃഷ്ണനാമയ ഉപദേശ താര സർവജൻ. അല്ലേ പുത്ര, ഭക്തന്മാരോടൊപ്പം ഗാനവും നൃത്തവും സങ്കീർത്തനവും തുടരൂ. കൂടാതെ കൃഷ്ണനാമജപ മഹാത്മ്യം പ്രചരിപ്പിക്കുകയും ചെയ്യൂ. പ്രകാരം നിനക്ക് എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കാനാവും അല്ലെ. ശ്രീല പ്രഭുപാദർ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും വിളിച്ച് സങ്കീർത്തനം ചെയ്തിട്ട് നൃത്തം ചെയ്യുകയുണ്ടായി അല്ലെ. എന്താ പറയാ, പ്രഭുപാദർ ആദ്യകാലത്ത് പോയ സമയത്ത് അവിടെ ബാറിലൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരുന്നു ഇറങ്ങി വന്നിട്ട് ഹരിനാമത്തിന്റെ ഒപ്പം നൃത്തം ചെയ്തത് അല്ലെ. എന്നാൽ ഹരിനാമത്തിന് നൃത്തം ചെയ്യുമ്പം അത് അതീന്ദ്രിയ തലത്തിലുള്ളതാ അല്ലെ. സാധാരണ ബാറിൽ ഡാൻസ് ചെയ്യുന്നവര് അല്ലെ, അവരറിയാതെ അജ്ഞാത സുഹൃത്തം ഭഗവാന്റെ തിരുനാമത്തിനൊപ്പം നൃത്തം ചെയ്യുകയുണ്ടായി അല്ലെ. അവരുടെ എല്ലാ പാപങ്ങളും ക്രമേണ ഇല്ലാതാവുകയും അവരൊക്കെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ആത്മീയ ഗുരുനാഥൻ ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് ഒരു ശ്ലോകം എന്നെ പഠിപ്പിച്ചു. ഭാഗവത നിർദ്ദേശങ്ങളുടെ സാരാംശം ഈ ശ്ലോകത്തിൽ സംക്ഷിപ്തമാണ്. അതിനാൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ ശ്ലോകം പാടിക്കൊണ്ടേയിരുന്നു. ഭാഗവതത്തിലെ 11:2:40 വാസുദേവർക്ക് ഭാഗവത ധർമ്മം പഠിക്കവേ നാരദ മുനിയാൽ പാടപ്പെട്ടിട്ടുള്ളതാണിത്.
ശ്രീകൃഷ്ണ ഭഗവാൻ സ്വഗൃഹത്തിൽ സ്വന്തം പുത്രനായി അവതരിച്ചതിനാൽ ഭാഗവത ധർമാചരണത്തിന്റെ ഫലം വസുദേവർക്ക് ലഭ്യമായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ശ്രീ നാരദമുനിയുടെ തിരുനേമത്തിൽ നിന്നും ഭാഗവത ധർമ്മം ശ്രവണം ചെയ്ത് ഉത്ബുദ്ധനാകാനുള്ള വസുദേവരുടെ മാതൃകപരമായ വ്യഗ്രത ഒരു മഹാഭക്തന്റെ എളിമയെ എടുത്തു കാട്ടുന്നു. ഏവം വ്രതാ സ്വപ്രിയ നാമ കീർത്തിയ ജാതാനുരാഗോ ധൃതചിത്ത ഉച്ചേ അസത്യദോ രോദിതിരൗദികായതി ഉന്മാദവൻ നിവൃതി ലോകബാഹ്യ. അന്തരംഗങ്ങളിൽ അളവറ്റ സ്നേഹത്തോടു കൂടി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന തലത്തിലെത്തിയ ഒരു ഉയർന്ന ഭക്തൻ വികാരാവേശനായി വളരെ ഉച്ചത്തിൽ തിരുനാമം ജപിക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും പരിസരം മറന്ന് വികാരാവേശനായി ഒരു ഭ്രാന്തനെ പോലെ പാടുകയും ചെയ്തു. ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം എന്ന് പറയുന്നത് അത് അതീന്ദ്രിയമായിട്ടുള്ളതാണ് അല്ലെ. ഈ ഭൗതിക ലോകത്തിലെ യാതൊന്നുമായിട്ടും അതിനോട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഈ മായാപ്പൂരിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തിരുനാമ സങ്കീർത്തനം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പ്രഭുപാദരുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, പരമപൂജ ശ്രീല ഗൗർഗോവിന്ദ് സ്വാമി മഹാരാജ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അതീന്ദ്രിയ തലത്തിലെത്തിച്ചേരുകയും അവിടെ സമാധി അവസ്ഥയിൽ കഴിയുകയുണ്ടായി. 3 മാസത്തോളം അദ്ദേഹം ആ റൂമിൽ തന്നെ എന്താ പറയാ, അദ്ദേഹത്തിന് സദാസമയവും ആ ഭഗവാന്റെ സങ്കീർത്തനം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം കാണുന്നു, ഭഗവാന്റെ ലീലകൾ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും. അതിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം യാതൊന്നും കഴിക്കാതെ, ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ 3 മാസം കഴിയും. ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനം ചെയ്തുകൊണ്ട് ഓടും. റൂമിൽ ചുമരിലൊക്കെ അടിക്കും. വീണ്ടും അവിടെ വീണ്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ അതേക്കുറിച്ച് പറയുന്നു. ഡോക്ടർമാരൊക്കെ വന്നു നോക്കി, അവർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല. പറഞ്ഞ എല്ലാ ഫങ്ഷൻസും എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, യാതൊരു ഫോൾട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അദ്ദേഹം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 മാസത്തോളം ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന, സമാധി അവസ്ഥയിൽ. പിന്നീട് പഴയ നിലയിലേക്ക് വരും. ഈ ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത് അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അത് ഇവിടെ ഈ ഭൗതിക ലോകത്തിലല്ല അല്ലെ. ഗോലോകര പ്രേമതൻ ഹരിനാമ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. അത് അതീന്ദ്രിയമാണ്. ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര് പാടുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ എന്താ പറയാ, അവർക്ക് അത്രയും ആനന്ദം അനുഭവപ്പെടും. എന്റെ ആത്മീയ ഗുരുവിന്റെ ഈ വചനങ്ങളിൽ ദൃഢവിശ്വാസമുള്ള ഞാൻ നിരന്തരം കൃഷ്ണന്റെ തിരുനാമങ്ങൾ കീർത്തനം ചെയ്യുന്നു. ആ തിരുനാമങ്ങൾ എന്നെ പാടിക്കുകയും നൃത്തം ചെയ്യിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞാൻ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഞാനിത് സ്വേച്ഛാപൂർവം ചെയ്യുന്നതാണെന്ന് ചിന്തിക്കരുത്, എല്ലാം തനിയെ സംഭവിക്കുന്നതാണ്. കൃഷ്ണനാമേയെ ആനന്ദ സിന്ധു ആസ്വാദന ബ്രഹ്മാനന്ദ താരാകെ ഗതോദക സമ. കൃഷ്ണനാമ ജപത്തിൽ നിന്നും അനുഭവവേദ്യമാകുന്ന അതീന്ദ്രിയ ആനന്ദത്തിന്റെ സമുദ്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം, ബ്രഹ്മാനന്ദം ആഴം കുറഞ്ഞ കൈത്തോട്ടിലെ ജലത്തിന് സമാനമാണ്. കൃഷ്ണനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം സമുദ്രം പോലെയും ബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെ, അവർക്ക് കിട്ടുന്നത് ചെറിയ ഒരു തോടില്, ഒരു ചെറിയ കുളത്തിലുള്ളത്ര എന്താണ് അതിന് സമാനമാണെന്ന് പറയുന്നത്, ജലത്തിന് സമാനമാണ്. അല്ലയോ ജഗദ്ഗുരുവായ ഭഗവാനെ, അങ്ങയുടെ നേരിട്ടുള്ള ദർശനത്താൽ എന്റെ അതീന്ദ്രിയ ആനന്ദം സമുദ്ര സമാനം വർധനമായിരിക്കുന്നു. ആ ആനന്ദ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ മറ്റെല്ലാ ആനന്ദങ്ങളും കാലിക്കുളമ്പടി പതിഞ്ഞ സ്ഥലത്തെ ജലത്തിന് തുല്യവും നിസ്സാരമായി എനിക്ക് അനുഭവപ്പെടും. ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മറ്റുള്ളതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ഒരു കാലിക്കുളമ്പിനടിയിലെ ജലം പോലെയാണെന്ന് പറയും. മഹാപ്രഭുവിന്റെ സംഭാഷണം കേട്ട് മായാവാദി സന്യാസിമാരുടെ മനസ്സലിഞ്ഞു. മധുരവചനങ്ങളിൽ അവർ ഇപ്രകാരം പറഞ്ഞു:
ये किच्छु कहिले तुम्ही सब सत्य है या कृष्ण प्रेम से ही पाया याര ഭാഗ്യോദയ. പ്രിയ ശ്രീമാൻ, താങ്കൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഭാഗ്യ കടാക്ഷമുണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവത് പ്രേമം കൈവരിക്കുകയുള്ളൂ. കൃഷ്ണ ഭക്തിക്കാരായി ഹായ സഭാര സന്തോഷ വേദാന്ത നശൂനക്കേനെ താരകി ബദോഷ. പ്രിയ ശ്രീമാൻ, അങ്ങ് ഉന്നതനായ ഒരു കൃഷ്ണഭക്തനാണെന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെ. അങ്ങ് എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്? ഇതിലെന്താണ് തെറ്റി? ഏതശൂന്യഹാസി പ്രഭു ബലില വചന ദുഃഖന മനേഹയതി കരി നിവേദന. മായാവാദി സന്യാസിമാരുടെ ഈ ചോദ്യം കേട്ടിട്ട് പുഞ്ചിരിയോടെ കൂടി മഹാപ്രഭു ഇപ്രകാരം പറഞ്ഞു: അഭിവന്ദ്യ ജനങ്ങളെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വേദാന്ത തത്വത്തെ കുറിച്ച് ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ജ്ഞാനത്താലും വൈരാഗ്യത്താലും പൂർണ്ണ സജ്ജനായ ഗൗരവമുള്ള ജിജ്ഞാസുവായ വിദ്യാർത്ഥി അഥവാ മുനി വേദാന്ത ശ്രുതിയുടെ ഇതിലൂടെ താൻ ശ്രവിച്ചതെന്തോ അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ ആ നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കും. അല്ലെ? ഇപ്പൊ വേദങ്ങൾ പഠിക്കുന്നതിന്റെയോ എല്ലാത്തിന്റെയും ഉദ്ദേശം എന്താണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഭക്തിയുത സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അല്ലെ? അല്ലെങ്കിൽ അതെല്ലാം പഠിച്ചതിനെ കൊണ്ട് ഒരു പണ്ഡിതനാവാനായിട്ട് പഠിച്ചതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അല്ലെ? എന്താണ് പഠിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം. അല്ലെ? അതിനു വേണ്ടിയിട്ടാണ്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശം. അല്ലെ? അതുകൊണ്ടാണ് വേദങ്ങൾ എഴുതിയിട്ടും പൂർണ്ണ സംതൃപ്തിയില്ലാത്ത നാരദമുനിയുടെ ആവശ്യപ്രകാരം വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ എല്ലാ വിഭാഗം ആൾക്കാരെയും ഭഗവാനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ച് വേദങ്ങൾ എഴുതുകയുണ്ടായി. എന്നാൽ ആ വേദങ്ങളിലൂടെയൊന്നും അവരൊന്നും ശരിയായ രീതിയിൽ എല്ലായിടത്തേക്കും എല്ലാവരും ആ ഭഗവാൻ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. അവരൊക്കെ കർമ്മകാണ്ഡികളായിട്ടും ജ്ഞാനകാണ്ഡികളായിട്ടും ഒക്കെ മാറി. കർമ്മകാണ്ഡത്തിൽ അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലത്തെത്തി. അല്ലെ? വ്യാസദേവന്റെ ഉദ്ദേശം കർമ്മകാണ്ഡം, പിന്നീട് ജ്ഞാനകാണ്ഡം, ഉപാസനകാണ്ഡം, അങ്ങനെ പടിപടിയായിട്ട് ഭഗവാന്റെയിലേക്ക് എല്ലാവരിലും എത്തിക്കാനായിരുന്നു. എന്നാൽ അത് ഉദ്ദേശിച്ച സ്ഥിതിയിൽ എത്തിയില്ല. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം രചിക്കാനായിട്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചും ഭക്തി സേവനത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട് നാരദമുനി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ എല്ലാ വേദാന്തത്തിന്റെ എല്ലാം വേദങ്ങൾ പഠിക്കുന്നതിന്റെ ഒക്കെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത് കേട്ടിട്ട് മായാവാദി സന്യാസിമാർ അല്പം വിനയാനിതരാകുകയും മഹാപ്രഭുവിനെ സാക്ഷാൽ നാരായണൻ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അല്ലയോ മഹാപ്രഭു, വാസ്തവത്തിൽ അങ്ങയുടെ വചനങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുന്നു. അത്യന്തം ഹൃദ്യമായ അങ്ങയുടെ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അവ്യാജമായ ആനന്ദം അനുഭവപ്പെടുന്നു. അല്ലയോ പ്രഭു, അങ്ങയുടെ സ്വാധീനത്താൽ ഞങ്ങൾ അത്യന്തം തൃപ്തിയുണ്ടായിരിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ഒരിക്കലും അയുക്തങ്ങളാകില്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ അങ്ങ് വേദാന്ത സൂത്രത്തെ കുറിച്ച് സംഭാഷണം നടത്തിയാൽ. മഹാപ്രഭു പറഞ്ഞു: വ്യാസനായി അവതരിച്ച പരമദിവോത്തമ പുരുഷൻ നാരായണന്റെ വചനങ്ങളാണ് വേദാന്ത സൂത്രത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ മഹാപ്രഭു ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. അല്ലെ? ആ ഭഗവാൻ തന്നെയാണ് വ്യാസദേവനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാവാർത്ഥം ശ്രീലപ്രഭുപാദർ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് വേദാന്ത സൂത്രത്തെ കുറിച്ചിട്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പിന്നെ അതെടുക്കാം. ഭഗവത് വചനങ്ങളിൽ ഭൗതിക ന്യൂനതകളാകുന്ന തെറ്റുകൾ, വ്യാമോഹം, വഞ്ചനാശീലം, ഇന്ദ്രിയങ്ങളുടെ അപൂർണത എന്നിവയ്ക്ക് സ്ഥാനമില്ല. അല്ലെ? ഭഗവാൻ വരുന്നത് യാതൊന്നിനും യാതൊരു കുറവുകളും ഉണ്ടാവില്ല. അല്ലെ? ഈ ഭൗതിക ലോകത്തിലുള്ളവര് എന്താ പറയാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും. അല്ലെ? നമ്മൾ കാണാം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണായാലും ലാപ്ടോപ്പ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വരും. അല്ലെ? ഭഗവാൻ സൃഷ്ടിച്ച യാതൊന്നിനും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അല്ലെ? അതാണ് ഭഗവാനും സാധാ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. പരമസത്യത്തെ കുറിച്ച് ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രത്തിലും വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ യഥാരൂപം അതേ പ്രകാരം മനസ്സിലാക്കുന്നതാണ് മഹത്വം. ശ്രീല പ്രഭുപാദർ നമുക്ക് ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് യഥാരൂപത്തിൽ തരികയുണ്ടായി. അല്ലെ? അതാണ് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഭഗവാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ. ശ്രീപാദ ശങ്കരാചാര്യർ വേദശാസ്ത്രങ്ങളെ പരോക്ഷമായ അർത്ഥങ്ങളിലൂടെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത്തരം വിവരണങ്ങൾ ശ്രവിക്കുന്ന ഒരുവൻ നാശമടയുന്നു. ഇത് ശങ്കരാചാര്യരുടെ തെറ്റല്ല, ഭഗവാന്റെ ആജ്ഞാനുസാരമാണ് അദ്ദേഹം വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെ മറിച്ചത്. അപ്പോ ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരമാണ് സാക്ഷാൽ ശിവദേവൻ തന്നെ ശങ്കരാചാര്യരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ
ഭഗവാൻ എന്ത് സേവനമാണോ ഏൽപ്പിച്ചുള്ളത് അത് ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കേണ്ടത്. ഇവിടെ ഇതിന്റെ അർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, ശ്രീ മഹാദേവന്റെ അവതാരമായ ശങ്കരാചാര്യർ ജനങ്ങളെ ഇപ്രകാരം വഞ്ചിച്ചത് എങ്ങനെയെന്ന് ഒരുവന് വാദിച്ചേക്കാം. തന്റെ യജമാനായ പരമദിവ്യത്വ പുരുഷന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ഇപ്രകാരം ചെയ്തു എന്നതാണ് ഇതിനുള്ള ഉത്തരം. ഇത് പത്മപുരാണത്തിൽ മഹാദേവൻ സ്വന്തം വചനങ്ങളാൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. മഹാദേവൻ തന്റെ പത്നിയായ പാർവതിയോട് പറഞ്ഞു, മായാവാദം അസത്ശാസ്ത്രമാണ്. അത് ബുദ്ധമതത്തിന്റെ ഒരു മറക്കപ്പെട്ട രൂപമാണ്. അല്ലയോ പാർവതി, കലിയുഗത്തിൽ ഞാൻ ഒരു ബ്രാഹ്മണന്റെ രൂപം ധരിച്ച് ഊഹാപോഹപരമായ ഈ മായാവാദ തത്വശാസ്ത്രം പഠിപ്പിക്കും. നാസ്തികരെ കബളിപ്പിക്കുവാനായി പരമപുരുഷന് രൂപവും ഗുണമില്ലെന്ന് ഞാൻ പ്രചരിപ്പിക്കും. ഈശ്വരന്റെ വ്യക്തിരൂപത്തെ നിരാകരിച്ച് ജനങ്ങളെ നാസ്തികവാദത്തിലേക്ക് വഴിതെറ്റിക്കുന്നതിനായി വേദാന്തത്തെയും ഞാൻ ഇതേ മായാവാദ തത്വത്താൽ വ്യാഖ്യാനിക്കും. ശിവപുരാണത്തിൽ പരമദിവ്യത്വ പുരുഷൻ മഹാദേവനോട് പറയുന്നതായിട്ടും ഒക്കെ പറയുന്നു. അപ്പൊ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ശിവൻ തന്നെയാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓ ശ്രീബുദ്ധനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് എന്താ പറയാ, യജ്ഞങ്ങളുടെ പേര് പറഞ്ഞ് മൃഗങ്ങളെയൊക്കെ കശാപ്പ് ചെയ്യുക, മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നുന്നത്, പശുക്കളെയും മറ്റും സാധു മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീബുദ്ധനായിട്ട് അവതരിച്ചിട്ടുള്ളത് അല്ലെ. എന്നിട്ട് നിങ്ങൾ ഇതൊന്നും യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട, അങ്ങനെ ഒരു ഭഗവാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എല്ലാം മുടക്കുകയുണ്ട്. പിന്നീട് ആണ് അദ്വൈത സിദ്ധാന്തവുമായിട്ട് ശങ്കരാചാര്യർ വന്നിട്ടുള്ളത്. നമ്മളും ഭഗവാനും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നീട് തന്നെ ഭഗവാൻ വായുദേവന്റെ അവതാരമായിട്ട് മധ്വാചാര്യരായൊക്കെ ഉണ്ടായി. നമ്മളും ഭഗവാനും രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം ദ്വൈത സിദ്ധാന്തം. അപ്പോ ശങ്കരാചാര്യര് തെറ്റുകാരനല്ല. ഭഗവാൻ എന്താണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ സേവനം ശങ്കരാചാര്യർ ഭംഗിയായിട്ട് ചെയ്തു അല്ലെ. ശങ്കരാചാര്യർ തന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ഉപദേശങ്ങളിലൊക്കെ ഭഗവാനെ ഭജിക്കാൻ, ഗോവിന്ദനെ ഭജിക്കാനായിട്ട് വേറെ ആ ഒരു ബ്രാഹ്മണന്റെ അടുത്തും പറയുന്നുണ്ട് അല്ലെ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മറ്റുള്ള വ്യാകരണങ്ങളും മറ്റുള്ളതൊന്നും അവസാന സമയങ്ങളിൽ നിന്നെ രക്ഷിക്കാനായിട്ട് വരില്ല, അതുകൊണ്ട് ഗോവിന്ദന്റെ നാമം ജപിക്കുക എന്ന് പറയുന്നത് അല്ലെ. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ് എന്താ പറയാ ശിവൻ അല്ലെ. ആ ശിവന്റെ തന്നെ അവതാരമാണ് ശങ്കരൻ എന്നുള്ള ശങ്കരാചാര്യർ. പരമനിരപേക്ഷ സത്യത്തെ സർവൈശ്വര സമ്പൂർണനായ ഭഗവാനായി അറിയുന്നതാണ് മുഖ്യ അർത്ഥം. ആർക്കും തന്നെ അവിടുന്ന് തുല്യനാകാനോ അവിടുത്തെക്കാൾ ശ്രേഷ്ഠനാകാനോ കഴിയില്ല. സ്വശരീരം, ഐശ്വര്യം, പരിച്ഛേദങ്ങൾ തുടങ്ങി പരമദിവ്യത്വ പുരുഷനെ സംബന്ധിച്ചവയെല്ലാം തന്നെ ആത്മീയമാണ്. എന്നാൽ മായാവാദ തത്വം അദ്ദേഹത്തിന്റെ ചിത് വിഭൂതികളെ മറച്ചുകൊണ്ട് അവ്യക്തിഗതവാദം പ്രചരിപ്പിക്കുന്നു. പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ ആത്മീയ ശക്തികളാൽ സമ്പൂർണനാണ്. അതിനാൽ അവിടുന്ന് രൂപം, നാമം, കീർത്തി, പാർഷദന്മാർ എന്നിങ്ങനെ അവിടുന്ന് സംബന്ധിക്കുന്നതെല്ലാം ആത്മീയ തലത്തിലാണ്. എന്നാൽ മായാവാദി തത്വികന്മാർ അജ്ഞാനത്താൽ ഇവയെ ഭൗതികമായ സത്വഗുണത്തിന്റെ രൂപാന്തരങ്ങളായി കരുതപ്പെടുന്നു. ഭഗവത് ആജ്ഞ അതേപടി അനുസരിച്ചതാകിയാൽ ശിവന്റെ ഒരു അവതാരമായ ശങ്കരാചാര്യ ദോഷരഹിതനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മായാവാദ തത്വങ്ങൾ പിന്തുടരുന്നവർക്ക് ആത്മീയ ജ്ഞാനവും പുരോഗതിയും നഷ്ടപ്പെടുകയും അവർ നാശമടയുകയും ചെയ്യും. ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായി കരുതുന്നവൻ അത്യന്തം കൊടിയ നിന്ദകനാണ്. ഇതിനേക്കാൾ ഉപരിയായ മറ്റൊരു അപരാധമില്ല. ഭഗവാൻ ഒരു ആളിക്കത്തുന്ന അഗ്നി പോലെയും ജീവാത്മാക്കൾ ആ അഗ്നിയിലെ ചെറിയ തീപ്പൊരികൾ പോലെയുമാണ്. ഒരിക്കലും ഭഗവാനും നമ്മളും ഒന്നല്ല അല്ലെ. ഭഗവാന്റെ അംശമാണ് നമ്മൾ. ജീവതത്വ ശക്തി, കൃഷ്ണതത്വ ശക്തിമാൻ, ഗീത, വിഷ്ണു പുരാണാദി താഹതേ പ്രമാണ. ജീവസത്തകൾ ശക്തികളാകുന്നു, അവ ശക്തിമാന്മാരല്ല. കൃഷ്ണൻ മാത്രമാണ് ശക്തിമാൻ. ഇത് ഭഗവത്ഗീത, വിഷ്ണു പുരാണം തുടങ്ങി മറ്റെല്ലാ വൈദിക സാഹിത്യങ്ങളിലും വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്.
ഈ അധമ ശക്തികൾക്ക് പുറമെ അല്ലയോ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തിയുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവസത്തകളാണെന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. പരമമായ ആത്മീയ ശക്തി, ജീവസത്തകൾ, അവിദ്യ എന്നിങ്ങനെ വിഷ്ണു ശക്തിയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ആത്മീയ ശക്തി ജ്ഞാനപൂർണമാണ്. ജീവസത്തകൾ ആത്മീയ ശക്തിയുടെ ഭാഗമെങ്കിലും അവർക്ക് മായയ്ക്ക് വിധേയമാവുന്നു. മൂന്നാമത്തെ ശക്തിയായ അജ്ഞാനം, അവിദ്യ ഫലോദിഷ്ട കർമ്മങ്ങളിൽ പ്രകടമായി കാണാൻ കഴിയും. നിസ്സാരമായ ജീവസത്തകളെ സർവേശ്വരനായി സ്വീകരിക്കുക വഴി തരം താഴ്ന്നു പോകുന്നു മായാവാദ തത്വശാസ്ത്രം. എന്തെന്നാൽ ഈ ഏകത്വവാദം ഈശ്വരന്റെ മഹാത്മ്യങ്ങളെയും പരമാധികാരത്തെയും മൂടുപടമിട്ട് മറയ്ക്കുന്നു. എല്ലാം ഭഗവത് ശക്തിയുടെ രൂപാന്തരങ്ങളാണെന്ന് ശക്തി പരിണാമവാദം വ്യാസദേവൻ വേദാന്ത സൂത്രത്തിൽ വിവരിക്കുന്നു. വ്യാസദേവന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് ശങ്കരാചാര്യൻ ലോകത്തെ വഴിതെറ്റിക്കേണ്ടായി. പ്രകാരം അദ്ദേഹം ആഗോളതലത്തിൽ ആസ്തിക്യ സിദ്ധാന്തത്തിന് തന്നെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭഗവത് ശക്തിയുടെ രൂപാന്തരണം എന്ന സിദ്ധാന്തം അംഗീകരിക്കുക വഴി ഒരുവൻ പരമസത്യത്തിന് തന്നെ രൂപാന്തരണം സംഭവിക്കുന്നു എന്ന വിക്രമാത്മകമായ ആശയത്തെ പരോക്ഷമായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശങ്കരാചാര്യർ അഭിപ്രായപ്പെടുന്നു. ശക്തിയുടെ രൂപാന്തരം എന്നത് തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ആത്മാവിനെ ശരീരം എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് മായ അഥവാ വിവർത്തനം. പരമദിവ്യോത്തം പുരുഷൻ എല്ലാവിധത്തിലും സർവേശ്വര സമ്പൂർണനാണ്. അതിനാൽ അവിടുത്തെ ഇച്ഛയനുസരിച്ച് അവിടുത്തെ അചിന്ത്യ ശക്തികൾ വിശ്വാവിഷ്കാരമായി പരിണമിക്കുന്നു. അപ്രകാരം ചിന്താമണിക്കല്ലി ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുകയും എന്നാൽ അത് സ്വയം മാറ്റമില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നുവോ, അപ്രകാരം പരമപുരുഷൻ അചിന്ത്യ ശക്തികളെ രൂപാന്തരപ്പെടുത്തുമ്പോഴും സ്വയം മാറ്റമില്ലാതെ തുടരുന്നു. ചിന്താമണിക്കല്ല് നാനാവിധത്തിലുള്ള മികച്ച രത്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും അത് മാറ്റമില്ലാതെ അതിന്റെ സ്വരൂപാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഭൗതിക വസ്തുക്കളിൽ പോലും ഇത്രമാത്രം അചിന്ത്യ ശക്തി അടങ്ങിയിരിക്കവേ ഈശ്വരന്റെ അചിന്ത്യ ശക്തിയിൽ നാം എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? വൈദിക ശബ്ദപ്രകമ്പനമായ ഓങ്കാരം വൈദിക ശാസ്ത്രങ്ങളിൽ മുഖ്യ പദവും വേദമന്ത്രങ്ങളുടെ അടിസ്ഥാന തത്വവുമാവുന്നു. അതിനാൽ ഓങ്കാരത്തെ വിശ്വാവിഷ്കാരത്തിന്റെ സംഭരണിയായും പരമദിവ്യോത്തം കൃഷ്ണന്റെ ശബ്ദ പ്രതിനിധിയായും സ്വീകരിക്കേണ്ടതാണ്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ, ഓങ്കാരം ഞാനാവുന്നു പറയുന്നത്. പ്രണവത്തെ എല്ലാ വൈദിക ജ്ഞാനങ്ങളുടെയും സംഭരണിയായി കാഴ്ചവെക്കുകയാണ് ഭഗവാന്റെ ഉദ്ദേശം. തത്വമസി എന്നത് വൈദിക ജ്ഞാനത്തിന്റെ ഭാഗികമായ വിവരണം മാത്രമാണ്. അപ്പോ അതിന്റെ അർത്ഥം പറയുന്നത് തത്വം അസി എന്നത് നിങ്ങൾ അതേ ആത്മീയ വ്യക്തിത്വമുള്ളവനാകുന്നു എന്ന് അർത്ഥമാക്കുന്നു. തത്വം അസി എന്ന് പറഞ്ഞത് നിങ്ങളും അതേ ആത്മീയ വ്യക്തിത്വമുള്ളവനാകുന്നു, ഭഗവാന്റെ അംശമാകുന്നു. ഓംകാരമാണ് വേദങ്ങളിലെ മഹാവാക്യം അഥവാ. എന്നാൽ ശങ്കരാനുയായികൾ ഇതിനെ മറച്ചുകൊണ്ട് അനധികൃതമായി തത്വമസി എന്ന മന്ത്രം സ്ഥാപിക്കും അല്ലെ. തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പദമാണ് അല്ലെ. ഞാനും ഭഗവാനും ഒന്നാണ് അല്ലെ. അതല്ല യഥാർത്ഥത്തിൽ അർത്ഥം. പ്രഭുപാദർ ഇവിടെ ഭാവാർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നു, നിങ്ങൾ അതേ ആത്മീയ വ്യക്തിത്വമുള്ളവനാവുന്നു, അല്ലാണ്ട് നിങ്ങള് ഭഗവാൻ ആവുന്നു എന്നല്ല പറയുന്നു. അതേ ആത്മീയ വ്യക്തിത്വം അല്ലെ, ഭഗവാന്റെ അംശമാണ് നമ്മളൊക്കെ. ഭഗവാൻ എന്താണ്? പരമാത്മാവ്, നമ്മളൊക്കെ ജീവാത്മാവ് അല്ലെ, ഭഗവാന്റെ അംശമാണ്. അല്ലാണ്ട് നമ്മളും ഭഗവാനും ഒരിക്കലും ഒന്നല്ല. എന്നാൽ തത്വമസി എന്നത് ശങ്കര സിദ്ധാന്ത പ്രകാരം ഭഗവാനും നമ്മളും ഒന്നാണ് എന്നുള്ളതാണ് അല്ലെ. എല്ലാ വേദസൂത്രങ്ങളിലൂടെയും അറിയേണ്ടത് ഭഗവാൻ കൃഷ്ണനെയാണ്. എന്നാൽ ശങ്കരാചാര്യരുടെ അനുയായികൾ ഈ യഥാർത്ഥ ലക്ഷ്യത്തെ മറയ്ക്കും വിധം വേദങ്ങളെ പരോക്ഷമായി വ്യാഖ്യാനിക്കുന്നു. സ്വയം പ്രമാണങ്ങളായ വൈദിക സാഹിത്യങ്ങളാണ് എല്ലാറ്റിനും ഉള്ള ഉന്നതമായ തെളിവുകൾ. എന്നാൽ അവയെ വ്യാഖ്യാനിക്കുമ്പോൾ അവയുടെ സ്വതപ്രമാണ സ്വഭാവം നഷ്ടപ്പെടുന്നു.
അവരുടെ തത്വവാദം തെളിയിക്കുവാനായി മായാവാദ അനുയായികൾ വൈദിക സാഹിത്യത്തിന്റെ പ്രത്യക്ഷവും സരളമായ മുഖ്യാർത്ഥം ഉപേക്ഷിച്ച് ഊഹാപോഹപരമായ പരോക്ഷാർത്ഥം മുന്നോട്ട് വയ്ക്കും. ഓരോ സൂത്രത്തിലെയും ശങ്കരഭാഷ്യത്തിലെ ന്യൂനകൾ മഹാപ്രഭു ചൂണ്ടിക്കാട്ടിയപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന മായാവാദി സന്യാസിമാരെല്ലാം അത്ഭുത ശബ്ദരായി. മായാവാദി സന്യാസികൾ പറഞ്ഞു, അല്ലയോ ശ്രീമാൻ, ശങ്കരഭാഷ്യത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള അങ്ങയുടെ വിവരണങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അറിഞ്ഞാലും, കാരണം വേദാന്ത സൂത്രങ്ങളുടെ വ്യക്തമായ അർത്ഥം അങ്ങയാൽ ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കും. ശങ്കരാചാര്യരുടെ ഭാഷ്യം സാങ്കല്പികമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞങ്ങൾ ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരായതിനാൽ ഭാഷ്യത്തിൽ ഇത്രയല്ലെങ്കിലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നേ ഉള്ളൂ. മായാവാദി സന്യാസിമാർ തുടർന്നു, വേദാന്ത സൂത്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് വിവരിക്കുന്നത് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അഭ്യർത്ഥന കേട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷ രീതിയിലുള്ള വിശദീകരണം ആരംഭിച്ചു. ശ്രേഷ്ഠമായവയിലും ശ്രേഷ്ഠമായ ബ്രഹ്മം ഷഡൈശ്വര്യ സമ്പൂർണനായ പരമദിവ്യത്വം പുരുഷനാണ്. അതിനാൽ അവിടുന്ന് ആത്യന്തിക സത്യത്തിന്റെയും നിരപേക്ഷ ജ്ഞാനത്തിന്റെയും സംഭരണിയാവുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ, ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് ഭഗവാൻ എന്നുള്ള രീതിയിൽ അല്ലെ. അല്ലാതെ ബ്രഹ്മമല്ല പ്രധാനപ്പെട്ടത്. സ്വരൂപാവസ്ഥയിൽ പരമദിവ്യത്വ പുരുഷൻ ഭൗതിക മാലിന്യങ്ങൾ തീണ്ടാത്ത ആധ്യാത്മിക ഗുണവിശേഷങ്ങളാൽ സമ്പൂർണ്ണനാണ്. അവിടുന്നാണ് എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യമെന്നും മനസ്സിലാക്കേണ്ടതാണ്. പരമസത്യത്തെ അവ്യക്തിഗതമായി കരുതുമ്പോൾ നാം അവിടുത്തെ ആധ്യാത്മിക ശക്തികളെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. യുക്തിയുടെ വിധാനമനുസരിച്ച് സത്യത്തെ ഭാഗികമായി മാത്രം അംഗീകരിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. ശ്രവണത്തിൽ തുടങ്ങിയുള്ള ഭക്തിയുടെ സേവനത്താൽ മാത്രമേ പരമപുരുഷനായ ഭഗവാനെ പ്രാപിക്കാനാകൂ. അത് മാത്രമാണ് അവിടുന്ന് സമീപിക്കുവാനുള്ള ഏക മാർഗവും. അല്ലെ, 9 തരത്തിലുള്ള ഭക്തിയുടെ സേവനങ്ങൾ: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മ നിവേദനം എന്ന് ശ്രീമദ് ഭാഗവതത്തില് ഭക്തപ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആത്മീയ ഗുരുവിന്റെ മാർഗനിർദ്ദേശം കീഴിൽ സാധന ഭക്തി പരിശീലിക്കുക വഴി ഒരുവനിൽ സുപ്തമായ ഈശ്വര പ്രേമത്തെ ഉണർത്താനാകും. ഈ പ്രക്രിയയെ അഭിധേയം എന്ന് പറയുന്നു. ഒരുവനിൽ കൃഷ്ണപ്രേമം വികസിച്ച് അവിടെ നിന്ന് ആസക്തനാകുമ്പോൾ അന്യവസ്തുക്കളിലുള്ള ആസക്തി ക്രമേണ നഷ്ടമാകുന്നു. സർവത്തുംഗമായതിൽ ഭഗവത് പ്രേമം പഞ്ചമ പുരുഷാർത്ഥം എന്നറിയപ്പെടുന്നു. തന്റെ ഉള്ളിലുള്ള ഭഗവത് പ്രേമത്തെ പുനരുജ്ജീവിപ്പിക്കുക വഴി ഒരുവന് മാധുര്യരസം ആസ്വദിക്കാൻ കഴിയും. ഒരു പക്ഷേ ഇതേ ജന്മത്തിൽ പോലും. ഭക്തിയുടെ സേവനത്തിന്റെ ബലത്താൽ പരമോന്നതനായ ഭഗവാൻ തന്റെ ഏറ്റവും നിസാരനായ ഭക്തന് പോലും വിധേയനാകുന്നു എന്നതാണ് ഭക്തിയുടെ മനോഹാരിതയും ശ്രേഷ്ഠതയും. ഈ ഭക്തിയുടെ സേവനം മൂലം അനന്തനായ ഭഗവാൻ ഭക്തിയുള്ള ഒരു അണുതുല്യനായ ജീവാത്മാവിന് വശംവദനായി തീരുന്നു. അങ്ങനെ ഭഗവാനുമായുള്ള ഭക്തി നിർഭരമായ വിസ്മയങ്ങളിലൂടെ ആ ഭക്തൻ പ്രത്യക്ഷത്തിൽ അതീന്ദ്രിയ പ്രേമരസങ്ങൾ ആസ്വദിക്കുന്നു. സംബന്ധാഭിധേയ പ്രയോജന നാമ ഏതിനാർത്ഥ സർവ സൂത്രേ പര്യവസാന. ഭഗവാനും ജീവസത്തിയും തമ്മിലുള്ള സംബന്ധം, ഈ സംബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അഥവാ ഭഗവത് പ്രേമം, ഈ 3 വിഷയങ്ങളാണ് വേദാന്ത സൂത്രത്തിലെ ഓരോ പ്രസ്താവനയിലെയും പ്രതിപാദ്യ വിഷയം. ഇവയാണ് വേദാന്ത സൂത്രത്തിന്റെ പര്യവസാനം. അപ്പോ വേദാന്ത സൂത്രത്തിന്റെ അവസാന അർത്ഥത്തെ കുറിച്ചിട്ട് ഇവിടെ ആ മായാവാദി സന്യാസിമാർക്ക് മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെ. നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണ്. ജിവേര സ്വരൂപമായി നിത്യര കൃഷ്ണദാസൻ, നമ്മള് ഭഗവാന്റെ നിത്യദാസനാണ്, സേവകനാണെന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അല്ലെ. പിന്നീട് നമ്മള് അഭിധേയം, നമ്മള് ആ ഭഗവാനെ ഭക്തിയുടെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് അല്ലെ. പിന്നീട് സംബന്ധ അഭിധേയ പ്രയോജനം, അവസാനം ആ ഭഗവാന്റെ കാരുണ്യം ലഭിക്കും. അങ്ങനെ ഭഗവാനുമായിട്ട് പ്രേമ ഭക്തിയിൽ ഏർപ്പെടുകയും ചെയ്തതിനെ കുറിച്ച്. അപ്പോ ഇതാണ് വേദാന്ത സൂത്രത്തിന്റെ ഒക്കെ പര്യവസാനം എന്ന് ആ മായാവതികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സംബന്ധം, അവിധേയം, പ്രയോജനം എന്നിവയെ അടിസ്ഥാനമാക്കി മഹാപ്രഭു നൽകിയ വേദാന്ത സൂത്ര വിവരണം ശ്രവിച്ച മായാവതി സന്യാസിമാർ വിനയാനിതരായി ഇപ്രകാരം പറഞ്ഞു: വേദമയ മൂർത്തിത്വമീ സാക്ഷാൽ നാരായണ ക്ഷമാപരാധ പൂർവേ ഏകൗലുനി നിന്ദന. അല്ലയോ ശ്രീമാൻ, ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമായ അങ്ങ് സാക്ഷാൽ നാരായണൻ തന്നെ. അങ്ങയെ നിന്ദിക്കുക വഴി ഞങ്ങൾ നേരത്തെ ചെയ്ത അപരാധങ്ങൾ ദയവായി
ക്ഷമിച്ചാലും. മഹാപ്രഭുവിൽ നിന്നും വേദാന്ത ഭാഷ്യം ശ്രവിച്ചത് മുതൽ മായാവാദി സന്യാസിമാർക്ക് മനംമാറ്റമുണ്ടായി. തുടർന്ന് മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവരും എല്ലായ്പ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് ഉരുവിടാൻ തുടങ്ങി. ഇപ്രകാരം മഹാപ്രഭു മായാവാദി സന്യാസിമാരുടെ അപരാധങ്ങൾ ക്ഷമിച്ച് അവർക്ക് കാരുണ്യപൂർവ്വം കൃഷ്ണനാമം നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം എല്ലാ സന്യാസിമാരും മഹാപ്രഭുവിനെ അവരുടെ മധ്യത്തിലിരുത്തി എല്ലാവരും ഒരുമിച്ച് പ്രസാദം സ്വീകരിച്ചു. മായാവാദി സന്യാസിമാരോടൊപ്പം പ്രസാദം സ്വീകരിച്ചതിന് ശേഷം ഗൗരസുന്ദരൻ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ വാസഗൃഹത്തിലേക്ക് മടങ്ങി. ഇപ്രകാരം അവിടുന്ന് തന്റെ അത്ഭുതകരമായ ലീലകൾ നിർവഹിക്കുന്നു. മഹാപ്രഭുവിന്റെ വാദങ്ങൾ കേട്ട ശേഷം അവിടുത്തെ വിജയത്തിൽ ചന്ദ്രശേഖരനും തപൻ മിശ്രയും സനാതന ഗോസ്വാമിയും അത്യന്തം സന്തോഷവാന്മാരായി. ഈ സംഭവത്തിന് ശേഷം വാരണാസിയിലെ അനേകം സന്യാസിമാർ മഹാപ്രഭുവിനെ സന്ദർശിക്കാൻ വന്നു. വാരണാസി നഗരം തന്നെ അവിടുന്ന് പ്രശംസിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭു വാരണാസി നഗരം സന്ദർശിച്ചു. അങ്ങനെ ആ നഗരത്തിലെ സർവ്വജനങ്ങളും അത്യന്തം ധന്യരായി. മഹാപ്രഭുവിനെ ദർശിക്കുവാനായി അവിടുത്തെ ഗൃഹകവാടത്തിന് മുന്നിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തിങ്ങിക്കൂടിയത്. മഹാപ്രഭു വാരണാസിയിലെ വിശ്വേശ്വര ക്ഷേത്രം സന്ദർശിക്കുമ്പോഴൊക്കെ നൂറായിരക്കണക്കിന് ജനങ്ങൾ അവിടുന്ന് കാണുവാൻ കാത്തുനിന്നു. മഹാപ്രഭു ഗംഗാസ്നാനത്തിനായി പോകുമ്പോൾ അവിടെ നൂറായിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. ജനത്തിരക്ക് കൂടുതലാവുമ്പോൾ മഹാപ്രഭു കൈകൾ ഉയർത്തി ഹരിഹരി എന്ന് ജപിക്കുകയും കൂടി നിന്ന ജനങ്ങൾ ഇത് ആവർത്തിച്ച് ജപിക്കുകയും പതിവായി. പ്രകാരം ഭൂമിയും ആകാശവും സ്വർഗവും ഹരിനാമം കൊണ്ട് നിറഞ്ഞു. പ്രകാരം വാരണാസിയെ ജനങ്ങളെ ഉദ്ധരിച്ചതിനു ശേഷം മഹാപ്രഭു മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു. സനാതന ഗോസ്വാമിക്ക് ശിക്ഷണം നൽകിയ ശേഷം അവിടുന്ന് അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് അയച്ചു. വാരണാസി നഗരത്തിൽ എപ്പോഴും ജനത്തിരക്കും തന്മൂലം കോലാഹലമായതിനാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ വൃന്ദാവനത്തിലേക്ക് അയച്ച ശേഷം ജഗന്നാഥപുരിയിലേക്ക് മടങ്ങിപ്പോയി. മഹാപ്രഭുവിന്റെ ലീലകളുടെ ഒരു ചുരുങ്ങിയ വിവരണം ഞാനിവിടെ നൽകിയിരിക്കുന്നു. പിന്നീട് ഞാൻ അവരെ വിസ്തരിച്ച് പ്രതിപാദിക്കാം. പഞ്ചതത്വരൂപേ ശ്രീകൃഷ്ണ ചൈതന്യ കൃഷ്ണനാമ പ്രേമതീയ വിശ്വകൈലധന്യ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവും അവിടുത്തെ പഞ്ചതത്വ പാർഷദന്മാരും ലോകം മുഴുവനും കൃഷ്ണപ്രേമം ആവാഹിക്കുവാനായി ഭഗവാന്റെ തിരുനാമം വിതരണം ചെയ്തു. ഇപ്രകാരം വിശ്വം മുഴുവൻ ധന്യമായി. മധുരാധേ പാടിയാല രൂപ സനാതന ദൂയി സേനാപതി കൈല ഭക്തി പ്രചാരണ. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എന്നീ രണ്ട് സേനാപതികളെ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിക്കുവാനായി ശ്രീ ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് അയച്ചു. നിത്യാനന്ദ ഗോസ്വാമി പാടായില ഗൗഡദേശേ തെൻഹ ഭക്തി പ്രചാരിലെ അശേഷ വിശേഷ. ശ്രീ രൂപ സനാതന ഗോസ്വാമിമാരെ മധുരഭാഗത്തേക്ക് നിയോഗിച്ചതുപോലെ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ ബംഗാളിൽ അഥവാ ഗൗഡദേശത്തിലേക്കും ഭക്തിമാർഗം പ്രചരിപ്പിക്കുവാനായി ശ്രീമാൻ മഹാപ്രഭു അയച്ചു. ആപനെ ദക്ഷിണദേശേ കരിലഗമന ഗ്രാമേ ഗ്രാമേ കൈല കൃഷ്ണനാമ പ്രചാരണം. ശ്രീ ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരതത്തിലേക്ക് സ്വയം പര്യടനം ചെയ്ത് ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഹരിനാമം പ്രചരിപ്പിച്ചു. സേതുബന്ധ പര്യന്ത കൈല ഭക്തിര പ്രചാര കൃഷ്ണ പ്രേമതീയ കൈല സഭാര നിസ്താര. പ്രകാരം മഹാപ്രഭു ഭാരതത്തിന്റെ ദക്ഷിണാഗ്രത്തുള്ള സേതുബന്ധനത്തിലെത്തി കന്യാകുമാരി എല്ലായിടവും കൃഷ്ണപ്രേമം വിതരണം ചെയ്ത് അവിടുന്ന് എല്ലാവരെയും മോചിപ്പിച്ചു. പ്രകാരം ഞാൻ പഞ്ചതത്വത്തെ കുറിച്ച് വിവരിച്ചു. ഇനി ഈ വിവരണം ശ്രവിക്കുന്നവർക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിക്കും. ശ്രീ ചൈതന്യ നിത്യാനന്ദ അദ്വൈത ജന ശ്രീവാസ ഗദാധരി യഥാ ഭക്തഗണ. പഞ്ചതത്വ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഒരുവൻ ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു, ഗദാധര പ്രഭു, ശ്രീവാസ് പ്രഭു ഇവരുടെ നിരവധി ഭക്തന്മാർ എന്നിവരുടെ എല്ലാം നാമങ്ങൾ ഉച്ചരിക്കേണ്ടതാണ്. ഇതാണ് ശരിയായ രീതി. സഭകാര പാദ പത്മ കോടി നമസ്കാര യച്ചു ചൈതന്യ വിഹാര. ഞാൻ വീണ്ടും വീണ്ടും പഞ്ചതത്വത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇപ്രകാരം എനിക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് അല്പമെങ്കിലും വിവരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീരൂപ രഘുനാഥ പാദേ യാരയാശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീ രൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പദാരബിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കും. ശ്രീ ചൈതന്യ ചരിതാമൃതം की जय, कृष्णदास कविराज गोस्वामी की जय, श्रील प्रभुपाद हरे कृष्ण. ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ
ആദിലീലയുടെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗമാണ് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ മധ്യലീലയൊക്കെ ധാരാളം മനോഹരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാം. എല്ലാവർക്കും നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൈയെത്താം. വൈഷ്ണവ